മനോജ് ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. ലോകകപ്പിൻ്റെ മത്സരങ്ങളുടെ മൂന്നാം റൗണ്ടിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലോ. മൂന്നാം റൗണ്ട് മത്സരത്തിന് ഇറങ്ങുമ്പോൾ നമുക്കെല്ലാ മത്സരങ്ങളും വളരെ ആവേശകരമായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ന് പുലർച്ചെ നടന്ന മൊറോക്കോ ഹെയ്ത്തി മത്സരം അത്തരത്തിൽപ്പെട്ട ഒന്നാണ്. വളരെ ആവേശകരമായ ഒരു മത്സരമായിരുന്നു ഇത്. കാരണം ഒരു കുഞ്ഞൻ രാജ്യമായ ഹെയ്ത്തി മൊറോക്കോയെ പിടിച്ചു കെട്ടുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യ പകുതിയിൽ കാണുന്നത്. കളിയുടെ 10-ാം മിനിറ്റിൽ ഹെയ്ത്തിയുടെ ആക്രമണത്തിന് മുന്നിൽ പകച്ചുപോയ മൊറോക്കൻ ഗോളി ബോണോവിൻ്റെ കയ്യിൽ തട്ടി ഒരു ഓൺ ഗോൾ. അതായിരുന്നു ആദ്യത്തെ പ്രഹരം. ആദ്യ ഗോൾ വീണ ഷോക്കിൽ നിന്നുമാണ് മൊറോക്കോയുടെ തിരിച്ചടി വരുന്നത്. 37-ാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയുടെ ഒരു മനോഹരമായ ഗോളിലൂടെ മൊറോക്കോ ഹെയ്ത്തിക്കൊപ്പമെത്തി. എന്നാൽ 43-ാം മിനിറ്റിൽ ഹെയ്ത്തിയുടെ വിൽസൺ ഇസിഡോർ അവരുടെ മനോഹരമായ ഒരു ഗോൾ നേടുകയായിരുന്നു. മൊറോക്കോക്കെതിരെ ഒരു യോദ്ധാവിനെ പോലെയാണ് ഹെയ്ത്തി പൊരുതി കയറിയത്. അടിക്ക് തിരിച്ചടി എന്ന പോലെ ഗോളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഇടവേളക്ക് പിരിയാൻ 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ സൈബാരി മൊറോക്കോയുടെ 2-ാം ഗോളും നേടി. സൈബാരിയുടെ അക്കൗണ്ടിൽ 3-ാമത്തെ ഗോളും എഴുതി ചേർക്കപ്പെട്ടു. ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഒരു ത്രില്ലർ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടവേളയ്ക്ക് ശേഷം മൊറോക്കോ ആക്രമണം ശക്തമാക്കി. ഹെയ്ത്തി തിരിച്ചടിക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ 78-ാം മിനിറ്റിൽ സൗദി റിയാദിൻ്റെ അസിസ്റ്റിൽ സൂഫിയാൻ റഹീമി അവരുടെ 3-ാം ഗോൾ നേടി. തകർപ്പൻ ഒരു ഗോളിലൂടെയാണ് റഹീമി ആ ഗോളിലേക്ക് എത്തിയത്. പിന്നീട് 89-ാം മിനിറ്റിൽ അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ തന്നെ യാസിം അവരുടെ 4-ാം ഗോളും അടിച്ച് ഹെയ്ത്തിയെ 4-2 എന്ന ക്രമത്തിൽ പരാജയപ്പെടുത്തി. ഈ മത്സരത്തിൽ മികച്ചു നിന്നത് മൊറോക്കൻ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമി തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. എന്നാലും നമുക്ക് പറയാം, ഈ ലോകകപ്പിനോട് ഹെയ്ത്തി വിട പറയുന്നത് മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ട് തന്നെയാണ്. തങ്ങളുടെ എല്ലാവിധ അടവുകളും അവർ ഈ മത്സരത്തിൽ മൊറോക്കോക്കെതിരെ നയിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹെയ്ത്തി വരും നാളുകളിൽ ലോക ഫുട്ബോളിലെ ഒരു ശക്തിയായിട്ട് വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കാം.